ശരി. ശ്രീ മാത്ര സുന്ദരേശൻ, ഈ യഥാർത്ഥത്തിൽ ഈ ശിവഗിരി തീർത്ഥാടന സമയത്ത് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരാമർശം സ്വാഭാവികമായിട്ടും ഗുരുദേവനെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചും ഒക്കെ സമൂഹത്തിന് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനുമുള്ള ഒരു അവസരമായി കണ്ടുകൂടെ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് കൂടുതൽ സനാതനധർമ്മ പഠനങ്ങൾക്ക് ഇതൊരു വഴിയാകും എന്ന് പറയുന്നതിനോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ സാർ ഉന്നയിച്ച ഒരു കാര്യത്തിന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അത് ജാതി എന്ന വിഷയത്തെ വളരെയേറെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വേദങ്ങളാണ്. പിന്നീട് നമുക്ക് ഇതിഹാസങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, അതുപോലെ ഉപനിഷത്തുകളുണ്ട്, ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങക്ക് ഇതിലേതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു ജാതിയുടെ പേര് അങ്ങക്കൊന്ന് കാണിക്കാൻ സാധിക്കും? എന്ന് വെച്ചാൽ ഇത് സനാതനധർമ്മത്തിന്റെ ഭാഗമല്ല. കാലാകാലങ്ങളിൽ ചില ആളുകൾ അവരുടെ തന്നിഷ്ടപ്രകാരം താല്പര്യപ്രകാരം തട്ടിക്കൂട്ടുന്നതിനൊന്നും സനാതനധർമ്മികൾ ഉത്തരവാദിയല്ല. തന്നെയുമല്ല, കാലാകാലങ്ങളിൽ അങ്ങനെ വന്നു കൂടുന്ന മാലിന്യം ഇല്ലാതെയാക്കാൻ കഴിയുന്ന ആധ്യാത്മിക ഗുരുക്കന്മാർ അതത് കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടത്തിലും അത്തരം മാലിന്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാതിയും സനാതനധർമ്മവും തമ്മിൽ കൂട്ടിക്കെട്ടാനുള്ള അങ്ങയുടെ ശ്രമം ഒരുപക്ഷെ ജാതി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന ഒരു അടിസ്ഥാന ബോധത്തിന്റെ ഭാഗമായിരിക്കാം. ദയവ് ചെയ്ത് അങ്ങ് ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഒരു ഗ്രന്ഥത്തിലും ഇന്ന് കാണുന്ന ഒരു ജാതി നാമവും ഇല്ല എന്ന് ചോദ്യത്തിന് വഴങ്ങാമോ? പിന്നെ മറ്റൊന്ന്, തീർച്ചയായിട്ടും നിങ്ങൾ സംസ്കൃതത്തെ വെറുക്കും. സമൂഹത്തിൽ പ്രചരിപ്പിക്കരുതെന്ന് പഠിപ്പിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുകൂടി പറയുന്നു, ശരിയാണ്, ശ്രീനാരായണ ഗുരുദേവന്റെ കഴുത്തിൽ കേരള സമൂഹത്തിന് നന്നായിട്ട് അറിയാമെന്ന് കൂടി അങ്ങ് ഓർക്കുമെന്ന് ഞാൻ മറ്റു മതങ്ങളും എല്ലാം തന്നെ സനാതനധർമ്മ ആശയത്തെയാണ് ഈ രാഷ്ട്രത്തെ ഈ അവമാനിക്കുന്ന തുല്യമാണെന്ന് വിനയപൂർവ്വം